ഇന്ന് നമ്മൾ CET 203 നവംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ആൾറെഡി മോഡ്യൂൾ 1 and 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് മോഡൽ 3 and 4 ആണ് ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ നോക്കാൻ പോകുക കേട്ടോ. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്ത് തന്നിരിക്കുന്ന ഡേറ്റാസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിനകത്ത് ഇൻലെറ്റ് ഡയാമീറ്റർ തന്നിട്ടുണ്ടായിരുന്നു, ത്രോട്ടിൻ്റെ ഡയാമീറ്റർ തന്നിട്ടുണ്ടായിരുന്നു, ഡിഫറൻസ് ഇൻ ദ മാനോമെട്രിക് റീഡിംഗ് 20 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറിന്ന് തന്നിട്ടുണ്ടായിരുന്നു, CD തന്നിട്ടുണ്ട്, നമ്മളോട് ഡിസ്ചാർജ് എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല Q is equal to CD into A1A2 root of 2GH divided by root of A1 square minus A2 square ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് തന്നിരിക്കുന്ന വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് Q എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് A1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ഇൻലെറ്റ് പൈപ്പാണ്. ആ ഇൻലെറ്റ് ഡയാമീറ്റർ തന്നതുകൊണ്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് A1 is equal to π/4 d² അപ്ലൈ ചെയ്ത് A1 നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ത്രോട്ടിൻ്റെ ഡയാമീറ്റർ ആണ് D2 എന്ന് പറയുന്നത്. നമുക്ക് അത് വെച്ചിട്ട് A2 എന്താണ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് നമുക്ക് H ആണ് വേണ്ടത്. അപ്പോൾ ഈ H എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവർ ഡിഫറൻസ് ഇൻ ദ മാനോമെട്രിക് റീഡിംഗ് തന്നിട്ടില്ലേ, ഇത് X ആണ് വാല്യൂ. അപ്പോൾ ഈ X വെച്ചിട്ട് നമുക്ക് H കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ ഈക്വേഷനാണ് X ഇൻറ്റു SM ഡിവൈഡഡ് ബൈ SW മൈനസ് 1 ആണ്. അതായത് ഹെവിയർ ലിക്വിഡ് ഡിവൈഡഡ് ബൈ ലൈറ്റർ ലിക്വിഡ്. ഓക്കെ, ഇപ്പം നമ്മൾ നമ്മുടെ വെഞ്ചുറി മീറ്ററിനകത്ത് ഇങ്ങനെയല്ലേ വെഞ്ചുറി മീറ്റർ, ഇതിനകത്ത് യൂട്യൂബാണ് കാൽക്കുലേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉള്ള യൂട്യൂബ് മാനോമീറ്ററിനകത്ത് നമുക്ക് മെർക്കുറിയാണ്. ഓക്കെ, ഇത് ഹെവിയർ ലിക്വിഡാണ്. ഈ പൈപ്പിനകത്ത് വാട്ടറാണ്. വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണ്, മെർക്കുറിൻ്റെത് 13.6 ആണ് അല്ലേ. അപ്പോൾ ഇത് ഹെവിയർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഫോർമുല എടുത്തിരിക്കുന്നത്. ഓക്കെ, X ഇൻറ്റു SM ഡിവൈഡഡ് ബൈ SW മൈനസ് 1 ആണ്. അപ്പോൾ X നമുക്ക് തന്നിട്ടുണ്ട്. 13.6 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 ചെയ്യുമ്പോൾ നമുക്ക് H കിട്ടും. പിന്നെ നമ്മുടെ ഫോർമുലനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവസാനം നമുക്ക് Q എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അടുത്ത പ്രോബ്ലം, ഇതിനകത്ത് ഇത് ഒരു കണ്ടിന്യൂസ് പൈപ്പായിരുന്നു. പ്രോബ്ലംസ് ഒരു വലിയ പ്രോബ്ലമാണ്. ഒന്ന് വായിച്ചിട്ട് ഇവിടെ വന്ന് നോക്കണം കേട്ടോ. ഇതിനകത്ത് 2 ടാങ്ക് കണക്ട് ചെയ്യുക. ഓക്കെ, 2 ടാങ്കാണ്. ആ 2 ടാങ്ക് കണക്ട് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് പൈപ്പാണ്. ഒരു പൈപ്പാണ് കണക്ട് ചെയ്യുന്നത്, പക്ഷേ ആ പൈപ്പിൻ്റെ ലെങ്തും വേരിയാണ്, ഡയാമീറ്ററും വേരിയാണ്. ആദ്യത്തെ പൈപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 300 മീറ്ററും അതിൻ്റെ ഡയാമീറ്റർ 300 mm ആണ്. ഓക്കെ, അടുത്ത് വരുന്നത് 170 മീറ്ററിലുള്ള ഒരു പൈപ്പും ഡയാമീറ്റർ ഈ നേരത്തെ ഉള്ള 300 മീറ്ററിനെക്കാട്ടിലും ഇച്ചിരി ചെറുതാണ്. ഓക്കെ, അപ്പം അങ്ങനെ എങ്ങനെയാണ് വരുന്നത്? ഈ പൈപ്പ് 300 mm പിന്നെ ഒരു 200 mm. ഓക്കെ, അടുത്ത് നോക്കുമ്പോൾ ഡയാമീറ്റർ പിന്നെയും വലുതായി ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഈ 2 ടാങ്കും അവർ കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, ആ വാട്ടർ ലെവൽ, ആ ടാങ്കിനകത്തുള്ള വാട്ടർ ലെവലിൻ്റെ ഡിഫറൻസും അവർ തന്നിട്ടുണ്ട് 12 മീറ്ററിന്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ ഓരോരോ പൈപ്പിൻ്റെ ഫ്രിക്ഷൻ ഫാക്ടറും അവർ തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ ഡിസ്ചാർജ് without minor loss. Okay, without minor loss and with minor loss. ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വിത്തൗട്ട് മൈനർ ലോസും വിത്ത് മൈനർ ലോസും ഉള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ആദ്യം വിത്തൗട്ട് മൈനർ ലോസ് എന്താണ് നോക്കാം. ഓക്കെ, വിത്തൗട്ട് മൈനർ ലോസ് എന്ന് പറയുമ്പോൾ ഈ പൈപ്പിൻ്റെ മേജർ ലോസ് മാത്രമേ വരത്തുള്ളൂ അല്ലേ. എല്ലാവർക്കും അറിയാം, ഒരു പൈപ്പിനകത്ത് നമുക്ക് 2 ലോസാണ് വരുന്നത്, മൈനർ ലോസും മേജർ ലോസും അല്ലേ. ഈ മേജർ ലോസ് എന്ന് പറയുന്ന സംഭവമാണ് ഫ്രിക്ഷൻ ഫാക്ടർ വെച്ചിട്ടുള്ളത്. മൈനർ ലോസ് എന്നുള്ളത് എന്തുവാ? എൻട്രൻസിലുള്ളതും എക്സിറ്റിലുള്ളതും പിന്നെ കോൺട്രാക്റ്റ് ആകുമ്പോഴും എക്സ്പാൻഡ് ചെയ്യുമ്പോഴും ഉള്ള എല്ലാ
ചെറിയ ചെറിയ ലോസസ് ഒക്കെ എടുക്കുന്നതാണ് മൈനർ ലോസ്. ഓക്കെ, അപ്പോൾ മേജർ ലോസ് ഫ്രിക്ഷൻ ഫാക്ടറിൻ്റെ ലോസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാനുള്ള ഫോർമുല അല്ലേ, 4FL V²/2GD. ഇപ്പം നമ്മുടെ കയ്യിൽ എത്ര പൈപ്പ് ഉണ്ട്? 3 പൈപ്പാണ്. അപ്പോൾ ആ 3 പൈപ്പിൻ്റെ ഫ്രിക്ഷൻ ഫാക്ടർ വെച്ചിട്ടുള്ള ആ ഫോർമുല, ഡാർസീസ് ഫോർമുല അങ്ങനെ എഴുതുക. 4F പൈപ്പ് 1 ആയതുകൊണ്ട് 4F1L1 V1²/2GD1. ഇത് സെക്കൻഡ് പൈപ്പിൻ്റെ, ഇത് തേർഡ് പൈപ്പിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതെല്ലാത്തിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് നോക്കിക്കേ, ഇതിനകത്ത് വെലോസിറ്റി V1 ആണ്, ഇതിനകത്ത് വെലോസിറ്റി V2 ആണ്, ഇതിനകത്ത് വെലോസിറ്റി V3 ആണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് ഹെച്ചിൻ്റെ വാല്യൂ അറിയാം, പക്ഷേ വെലോസിറ്റി കിട്ടിയാലല്ലേ നമുക്ക് Q കണ്ടുപിടിക്കാൻ പറ്റൂ അല്ലേ. നമുക്ക് എന്താ ഫോർമുല? Q = ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് അല്ലേ. ആദ്യത്തെ പൈപ്പ് ഡിസ്ചാർജ് എല്ലാത്തിലെയും സെയിം ആണ്. അപ്പോൾ ആദ്യത്തെ പൈപ്പെന്ന് പറയുമ്പോൾ A1 V1, അടുത്ത പൈപ്പെന്ന് പറയുമ്പോൾ A2 V2, അടുത്ത പൈപ്പെന്ന് പറയുമ്പോൾ A3 V3 ആണ്. ഡിസ്ചാർജ് എല്ലാത്തിനും സെയിം ആണ്. പക്ഷേ നമുക്ക് ഈ വെലോസിറ്റി അറിയത്തില്ല, ഓരോരോ പൈപ്പിനകത്ത് പോകുന്ന വെലോസിറ്റി എത്രയാണെന്ന് അറിയത്തില്ല അല്ലേ. അപ്പം ആദ്യം V1 കാൽക്കുലേറ്റ് ചെയ്യണം, V2 കാൽക്കുലേറ്റ് ചെയ്യണം, V3, ഇതിലേതെങ്കിലും ഒരു വെലോസിറ്റി കിട്ടിയാലും നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. മനസ്സിലാകുന്നുണ്ടോ? Q1 A1, Q2 A2, Q3 A3. ഇവിടെ ഇതിനകത്ത് എത്രത്തോളം വാട്ടർ വരുന്നുണ്ടോ അതാണ് ഈ 3 പൈപ്പിനകത്തും ചെന്നിട്ട് പുറത്ത് വരുന്നത്. അപ്പോൾ ഡിസ്ചാർജ് A1 V1, A2 V2, A3 V3 എല്ലാം സെയിം ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വെലോസിറ്റി കിട്ടിയാൽ നമുക്ക് ഏരിയ വല്ല മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. അപ്പോൾ V1 വേണം, V2 വേണം, V3 വേണം. പക്ഷേ ഇതിനകത്ത് എല്ലാം വേരി ആക്കുന്നുണ്ട്. ഈ ഫോർമുലനകത്ത് ഹെഡ് അറിയാം, അപ്പോൾ വെലോസിറ്റി 3 വേരിയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വേരിയബിളിലോട്ട് മാറ്റണം അല്ലേ. V2 ഇൻ ടേംസ് ഓഫ് V1 കൊണ്ടുവരണം, V3 ഇൻ ടേംസ് ഓഫ് V1 കൊണ്ടുവന്നാൽ മാത്രമല്ലേ നമുക്ക് V1 കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ V1 ഇൻ ടേംസ് ഓഫ് V2 കൊണ്ടുവരാം, V3 ഇൻ ടേംസ് ഓഫ് V2 കൊണ്ടുവരാം, എന്നിട്ട് V2 കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ V1 ഇൻ ടേംസ് ഓഫ് V3 എഴുതാം, V2 ഇൻ ടേംസ് ഓഫ് V3 എഴുതാം, എന്നിട്ട് നമുക്ക് V3 കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത് എല്ലാത്തിനും ആ ഒരു ഇതിലേക്ക് മാറ്റേണ്ടേ, എല്ലാത്തിലും ഒരു വെലോസിറ്റിയിലോട്ട് മാറ്റേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അപ്പം A1 V1 = A2 V2, ഇത് എല്ലാവർക്കും അറിയാനുള്ള ഫോർമുലയാണ്. അപ്പോൾ ഏരിയൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, V1 V2. അപ്പം V2 ഇൻ ടേംസ് ഓഫ് V1 നമ്മൾ കൊണ്ടുവന്നു. മനസ്സിലായോ? അപ്പോൾ അടുത്ത A1 V1 = A3 V3, അത് ചെയ്യുമ്പോൾ നമുക്ക് V3 ഇൻ ടേംസ് ഓഫ് V1 കിട്ടി. ഓക്കെ, അപ്പം ഇത് രണ്ടും ഈ നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ V1 കാൽക്കുലേറ്റ് ചെയ്തു, V2 കാൽക്കുലേറ്റ് ചെയ്തു, V3 കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാമല്ലോ. ഡിസ്ചാർജ് Q = this much അങ്ങനെ കിട്ടി. ഓക്കെ, ഇനി അടുത്ത് വിത്ത് മൈനർ ലോസസ് ആണ്. മൈനർ ലോസസ് എന്ന് പറയുമ്പോൾ ഇതാണ് പടം. ഓക്കെ, ഈ പടത്തിനകത്ത് 3 പൈപ്പ് വിത്ത് ലോസസിൻ്റെ ഡിസ്ചാർജാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്തും അതേ ഫോർമുലയാണ്, A ഇൻറ്റു V, ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലോസസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഈ ലോസസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഈ വാട്ടർ ഇത് വഴിയല്ലേ വരുന്നത്. അപ്പം ഇവിടുത്തെ ഒരു എൻട്രൻസ് ലോസ്, പിന്നെ ഇവിടെ ഉള്ള ഫ്രിക്ഷൻ ലോസ്, പിന്നെ ഇവിടെ 300 200 ഡിക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ള കോൺട്രാക്ഷൻ ലാസ്റ്റ്, പിന്നെ ഈ പൈപ്പിൻ്റെ ഫ്രിക്ഷൻ ലോസ്, പിന്നെ ഇവിടെ ഒരു എക്സ്പാൻഷൻ വരുന്നുണ്ട്. അപ്പോൾ എൻലാർജ്മെൻറ്റ് ലോസ്, ഫ്രിക്ഷൻ ലോസ്, എക്സിറ്റ് ലോസ്. അപ്പോൾ ഇത്രയും ലോസാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതൊക്കെ ഞാൻ മുകളിൽ എഴുതിയിരിക്കുന്നതെല്ലാം മൈനർ ലോസാണ്. ഓക്കെ, ഇവിടെ താഴെ എഴുതിയിരിക്കുന്നതെല്ലാം മേജർ ലോസാണ്. ഓക്കെ, അപ്പോൾ മൈനർ ലോസ് എൻട്രൻസ് ലോസിൻ്റെ ഫോർമുല എന്തുവാ? 0.5 V1² / 2G, അല്ലെങ്കിൽ ഹാഫ് ഓഫ് V1² / 2G. ഓക്കെ, പൈപ്പ് 1 ആയതുകൊണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ ഫ്രിക്ഷൻ ലോസ്. ഓക്കെ, പിന്നെ കോൺട്രാക്ഷൻ ലോസ് 0.5 V2² / 2G,
that is half of V2 square divided by 2G. Okay, ഈ പൈപ്പിൻ്റെ ഫ്രിക്ഷൻ ലോസ്. പിന്നെ അടുത്ത അതിൻ്റെ എൻലാർജ്മെൻറ്റ് ലോസ് V2 minus V3 the whole square divided by 2G plus third പൈപ്പിൻ്റെ ഫ്രിക്ഷൻ ലോസ് പിന്നെ അതിൻ്റെ എക്സിറ്റ് ലോസ്. ഓക്കെ, എൻട്രൻസ് ലോസ് ഹാഫ് ഓഫ് V1 square divided by 2G, എക്സിറ്റ് ലോസ് V3 square divided by 2G. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാത്തിലും നോക്കിക്കോ, ഇത് രണ്ടും V1 ആണ്, പിന്നെ V2 ആണ്, V3 ആണ്, എല്ലാം ഒരു V1 V2 V3 അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാത്തിനും ഒരു വേരിയബിളിലോട്ട് നമ്മൾ മാറ്റണം. നേരത്തെ നമ്മൾ റിലേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ, അപ്പോൾ ആ റിലേഷൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ, നല്ല ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത് നല്ല ശ്രദ്ധിക്കണേ. നമ്മൾ നേരത്തെ V2 ഇൻ ടേംസ് ഓഫ് V1 വെച്ചിട്ടുണ്ട്, V3 ഇൻ ടേംസ് ഓഫ് V1 വെച്ചിട്ടുണ്ട്, സം നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഈ V2ന് പകരം ഇതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം V2 സ്ക്വയർ ആണ്. അപ്പോൾ 2.25 V1 ദ ഹോൾ സ്ക്വയർ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എല്ലാ വേരിയബിൾസും അത് നല്ലോണം നോക്കണം. ഈ 2.25ക്കും സ്ക്വയർ ഉണ്ട്. ഓക്കെ, അത് ശ്രദ്ധിച്ച് എഴുതണം. ചിലപ്പോൾ നമ്മൾ പ്രോബ്ലമിനകത്ത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി നമ്മളത് ഓർക്കത്തില്ല. 2.25 V2 സ്ക്വയറിന് ഇങ്ങനെ എഴുതി പോവും. അങ്ങനെ എഴുതാൻ പാടില്ല, അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ തെറ്റ് ചെയ്യരുത്. ഓക്കെ, അത് ചെയ്താലേ അവസാനം ആൻസർ കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് മാർക്ക് മാത്രമേ, അത് ടീച്ചർ നോക്കിയാലല്ലേ സ്റ്റെപ്പ് മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. V2 സ്ക്വയർ ആണ്. V2 ഇൻ ടേംസ് ഓൺ V1ലാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ അത് എല്ലാത്തിനും ചേർത്തിട്ടുള്ള സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാത്തിനും വരുന്നത്, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ V1 കിട്ടും, പിന്നെ അവസാനം Q എന്താണ് കണ്ടുപിടിക്കാം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇനി അടുത്ത മോഡ്യൂളാണ്. മോഡ്യൂൾ 4-നകത്ത് ഒരു എക്കണോമിക്കൽ സെക്ഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ചാനൽ ട്രപ്പിസോഡൽ സെക്ഷനാണ്. അതിൻ്റെ സൈഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട്, ഒരു ഹൊറിസോണ്ടൽ 2 വെർട്ടിക്കൽ എന്നാണ് അവർ തന്നിരിക്കുന്നത്. 1 horizontal 2 vertical. ബെഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട്, ഏരിയ ഓഫ് ദി സെക്ഷനും തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്, ചെസീസ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഡിസൈൻ ഇറ്റ് ഫോർ എ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ. ഓക്കെ, മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ്റെ കണ്ടീഷൻ എന്തുവാ? B+2ND divided by 2 is equal to D into root of 1 plus n സ്ക്വയറും ഉണ്ട്. M is equal to D/2 എന്നുള്ള രണ്ട് കണ്ടീഷനും നമ്മളിവിടെ എഴുതി. ഓക്കെ, ഈ പ്രാവശ്യം പോലെ CCWയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ദ മോസ്റ്റ് എക്കണോമിക്കൽ കണ്ടീഷൻ? ഇസ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവർ ഇതുപോലത്തെ ഫോർമുല ഒന്നും തന്നിട്ടില്ല, അവർ വേർഡ്സിലെയാണ് തന്നിരുന്നത്. ടോപ്പ് ഫിറ്റ് ഇസ് ഈക്വൽ ടു ട്വൈസ് ദ ലെങ്ത് ഓഫ് ദി സൈഡ് സ്ലോപ്പ്, പിന്നെ അങ്ങനെ 4 ഓപ്ഷൻസ്. അപ്പം നമ്മൾ അങ്ങനെ കൊടുത്താലും നമുക്ക് എഴുതാൻ അറിയണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഏരിയൻ്റെ ഫോർമുല നമുക്കറിയാമല്ലോ, B+ND × D എന്ന് അറിയാം. ഇപ്പോൾ ബീൻ്റെ വാല്യൂ അറിയത്തില്ല. എൻ എന്തുവാ? എൻ എന്ന് പറയുന്നത് അതിന് വേണ്ടിയാണ് നമ്മൾ സൈഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട്. ഈ സൈഡ് സ്ലോപ്പ് എപ്പോഴും അവർ 1 വെർട്ടിക്കലിൽ എത്ര ഹൊറിസോണ്ടൽ, ഓക്കെ, ഹൗ മെനി ടൈംസ് ഹൊറിസോണ്ടൽ, അതാണ് നമ്മൾ എൻ എന്ന് പറയുന്നത്. ഓക്കെ, 2 വെർട്ടിക്കലിനല്ല, 1 വെർട്ടിക്കലിന് ഹൗ മച്ച് ഹൊറിസോണ്ടൽ. ഇപ്പം നമ്മുടെ ഫോർമുലാനകത്ത് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലമിനകത്ത് 2 വെർട്ടിക്കലിനാണ് തന്നിരിക്കുന്നത്. 2 വെർട്ടിക്കലിന് 1 ഹൊറിസോണ്ടലിനാണ് തന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് എന്തുവാ? 1 വെർട്ടിക്കലിനാണ്. അപ്പോൾ ഒരു വെർട്ടിക്കലിന് എത്രയായിരിക്കും? 1/2 ഹൊറിസോണ്ടൽ. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് 0.5-ന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇത് ഒരു ഇക്വേഷനായിട്ട് അങ്ങനെ വെക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ കണ്ടീഷൻ ഇല്ലേ, ആ കണ്ടീഷനെ എടുക്കുക. B+2ND divided by 2 is equal to D into root of 1 plus n square. അപ്പം നമുക്ക് n അറിയാലോ, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് B is equal to this much D എന്ന് കിട്ടി. അപ്പോൾ ഈ വാല്യൂ എടുത്ത് നമുക്ക് ഏരിയൻ്റെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടത്തില്ലേ? ബിക്കോസ് B ഇൻ ടേംസ് ഓഫ് ഡിയിലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് ഡിയിലെയാണ് വരുന്നത്. വേരിയബിൾ ഒരു വേരിയബിളാണ്. അപ്പോൾ ആ ഒരു വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും.
പിന്നെ അടുത്ത വേരിയബിളിൻ്റെ വാല്യൂവും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്ചാർജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ Q is equal to ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ചെസീസ് കോൺസ്റ്റൻറ്റ് തന്നതുകൊണ്ട് V is equal to C into root of mi ആണ്. ഓക്കെ, എം എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ്. എക്കണോമിക്കൽ ചാനൽ സെക്ഷൻ ആയതുകൊണ്ട് D/2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് D നമുക്ക് ആൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബെഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് Q കണ്ടുപിടിക്കാം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പ്രോബ്ലം ഒരു വിയറിൻ്റെ പ്രോബ്ലമാണ്. ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ, എല്ലാ പ്രോബ്ലംസും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നോക്കിയിട്ട് ഒരു പ്രാവശ്യം വായിച്ചിട്ട് ഇതിലോട്ട് വരണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് പറയാം. വിയർ ഷാർപ്പ് ക്രസ്റ്റഡ് വിയർ ആണ്. ഹൈറ്റ് 1 മീറ്റർ ആണ്. വിഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കുലർ ചാനൽ 3 മീറ്ററിന് തന്നിട്ടുണ്ട്. ഹെഡ് ഓവർ ദ വിയറും തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണം, വിത്ത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫോർമുല എന്തുവാ? Q is equal to 2/3 CD into root of 2G H1 3/2 H1 power 3/2 minus HA power 3/2. റെക്ടാങ്കുലർ ചാനൽ ആണെങ്കിൽ ഇത് വരത്തില്ല. 2/3 CD root of 2G LH power 3/2 മാത്രമേ ഉണ്ടാവത്തുള്ളൂ അല്ലേ. ഇവിടെ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ HA നമ്മൾ എടുക്കുക. ഓക്കെ, HA പവർ 3/2. പിന്നെ H1 എന്ന് പറയുന്നത് എന്തുവാ? H പ്ലസ് HA ആണ്. അതൊന്ന് ഓർത്ത് വെക്കണം. HA എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ VA² ഡിവൈഡഡ് ബൈ 2G ആണ്. ഓക്കെ, ഈ VA എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ Q ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പക്ഷേ Q നമുക്കറിയത്തില്ല. Qവും കണ്ടുപിടിക്കണം. Q ഇരുന്നാലല്ലേ നമുക്ക് VA കണ്ടുപിടിക്കാൻ പറ്റും, എന്നാലേ HA കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിളാണ്. ആദ്യം നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാതെ നമ്മൾ Q ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിലെന്ത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കാൽക്കുലേറ്റ് ചെയ്യണം, HA കണ്ടുപിടിച്ച് പിന്നെയും റിവേഴ്സ് ചെയ്യണം. ഓക്കെ, ഇത് എളുപ്പമാണ്. അതായത് സിമ്പിളാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വെലോസിറ്റി ഓഫ് അപ്രോച്ച് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക. അതിനകത്ത് ഇല്ലാന്നൊന്ന് അസ്യൂം ചെയ്തിട്ട് Q is equal to 2/3 CDL root of 2G H power 3/2 വെച്ചിട്ട് നമ്മൾ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണം. മനസ്സിലായോ? ആ ഡിസ്ചാർജ് വെച്ചിട്ട് നമുക്ക് VA കാൽക്കുലേറ്റ് ചെയ്യാം. ബിക്കോസ് Q ഡിവൈഡഡ് ബൈ ഏരിയ അല്ലേ, Q ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പം നമുക്ക് ഇത് കിട്ടും, VA കിട്ടും. ആ VA വെച്ച് നമുക്ക് ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. HA is equal to V² ഡിവൈഡഡ് ബൈ 2G. അപ്പോൾ HA കിട്ടി. പിന്നെ H1 കാൽക്കുലേറ്റ് ചെയ്തിട്ടു പിന്നെ അവസാനം ഫോർമുലനകത്ത് അപ്ലൈ ചെയ്ത് Q എന്താണെന്ന് കണ്ടുപിടിക്കാം. മനസ്സിലായോ? ഞാൻ ഇപ്പോൾ പറയുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് തമിഴ് വേർഡ്സ് വരും. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുക. ഇൻ കേസ് അത് വേണ്ടാന്ന് നിങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കുവാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഒന്ന് പറയുക. ഞാൻ എന്ത് ചെയ്യും, ഞാനത് ട്രൈ ചെയ്യാം. ഓക്കെ, അത് വരാതെ രീതിക്ക് ഞാൻ ട്രൈ ചെയ്യാം. പക്ഷേ എനിക്കറിയത്തില്ല. ഒന്ന് റിപ്പീറ്റഡ്ലി അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മോഡ്യൂൾ 3ഉം മോഡ്യൂൾ 4ഉം ഇപ്പോൾ കണ്ടത്. ഓക്കെ, മോഡ്യൂൾ 3 മോഡ്യൂൾ 4 നവംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോനകത്ത് മോഡ്യൂൾ 5 and 6 നമുക്ക് നോക്കാം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ.